കുടുംബത്തിലെ കാരണവരും മരുമകനും കൊടുങ്ങല്ലൂരമ്മയുടെ പിതാവിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന വലിയ തമ്പുരാൻ നൽകുന്ന പവിഴമാലകൾ ധരിച്ച് ചുവന്ന പട്ടുടുത്ത് അവരുടെ തറവാട്ടിൽ നിന്ന് നാളത്തെ ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ ഏകദേശം രാവിലെ 8 മണി മുതൽ 9 മണി വരെ ഭക്തർക്ക് കാവിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല, ദർശനവും ഉണ്ടായിരിക്കില്ല. നാളത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ പല ഭക്തരും കൊടികൾ വഴിപാടായി കൊണ്ടുവന്ന് മരങ്ങളിൽ കെട്ടാറുണ്ട്. അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ നാളെ കൊടുങ്ങല്ലൂർ കാവിലെ ഏറ്റവും കൂടുതൽ ഭക്തർ ഒഴുകിയെത്തുന്ന, കാവിനെ ചോരക്കളമാക്കുന്ന മഹോത്സവത്തിന് കൊടിയേറുകയാണ്. അതായത് കുംഭഭരണി, ചെറുഭരണി എന്നൊക്കെ അറിയപ്പെടുന്ന കൊടിമരമില്ലാത്ത കാവിലെ കൊടിയേറ്റം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നാളത്തെ പ്രധാന ചടങ്ങുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ ഏകദേശം രാവിലെ 8 മണി മുതൽ 9 മണി വരെ ഭക്തർക്ക് കാവിലേക്ക് പ്രവേശനവും ദർശനവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം നട അടച്ചിടും. പിന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി പുണ്യാഹം കഴിഞ്ഞിട്ടേ നട തുറക്കൂ. ഇനി നാളത്തെ പ്രധാന അവകാശികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, 1 മലയൻ തട്ടാൻ, 2 മൂത്തമ്മ, 3 ഇടമുക്ക് മൂപ്പന്മാർ എന്നറിയപ്പെടുന്ന കുടുംബി സമുദായത്തിൽപ്പെട്ട കുറച്ച് കുടുംബക്കാർ. ഇനി ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാരികനുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഭദ്രകാളിക്ക് രൗദ്രത കുറച്ച് കൂടും എന്ന് കാവിലെത്തുന്ന ഭക്തർക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. ഇനി ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മലയൻ തട്ടാൻ, അതായത് അവകാശമുള്ള വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട കുടുംബത്തിലെ കാരണവരും മരുമകനും കൊടുങ്ങല്ലൂരമ്മയുടെ പിതാവിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന വലിയ തമ്പുരാൻ നൽകുന്ന പവിഴമാലകൾ ധരിച്ച് ചുവന്ന പട്ടുടുത്ത് അവരുടെ തറവാട്ടിൽ നിന്ന് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട് കാവിലെത്തി കാവിനെ 3 വലം വെച്ച് ചുവന്ന പട്ടിന് മുകളിൽ വെച്ച് സ്വർണത്താരി വടക്കേ നടയിലെ കോഴിക്കല്ലിൽ സമർപ്പിക്കുന്നു. അതോടെ അവരുടെ ചടങ്ങുകൾ കഴിയും. പിന്നെ ക്ഷേത്രം അവകാശികളായ പ്ലാപ്പള്ളി തറവാട്ടിലെ സ്ത്രീകൾ അടിച്ചു തളിച്ച് ശുദ്ധിയാക്കും. ശേഷം വിളിച്ചു ചോദിക്കും ക്ഷേത്രം ശുദ്ധിയായോ എന്ന്. അപ്പോൾ അവരിലെ കാരണവർ സ്ത്രീ, അതായത് മൂത്തമ്മ, ക്ഷേത്രം ശുദ്ധിയായി എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും ക്ഷേത്ര നടകൾ തുറക്കും. പിന്നെ ഭക്തർക്ക് പതിവ് പോലെ ക്ഷേത്ര ദർശനമാകാം. അതോടൊപ്പം മലയൻ തട്ടാൻ താലി സമർപ്പിച്ച് കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇടമുക്ക് മൂപ്പന്മാർ വടക്കേ നടയിലും കിഴക്കേ നടയിലും കൊടികൾ നാട്ടി പിന്നെ കാവിലുള്ള മറ്റെല്ലാ ആൽമരങ്ങളിലും കൊടികൾ കെട്ടുന്നു. ഇതാണ് ചെറുഭരണി കൊടിയേറ്റം എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ വേണാടൻ കൊടികൾ കെട്ടുന്ന മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് കോഴിക്കല്ല് മൂടുന്ന ദിവസമാണ് കെട്ടുന്നത്. നാളത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ പല ഭക്തരും കൊടികൾ വഴിപാടായി കൊണ്ടുവന്ന് മരങ്ങളിൽ കെട്ടാറുണ്ട്. ചിലര് നാളെ തന്നെ കൊണ്ടുവന്ന് ഇടമുക്ക് മൂപ്പന്മാരെ ഏൽപ്പിക്കും, ചെറിയ ദക്ഷിണയും കൊടുക്കും. കാരണം അവരാണല്ലോ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത്. ചിലര് മറ്റു ദിവസങ്ങളിൽ കൊണ്ടുവന്ന് സ്വയം കെട്ടും. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ ചടങ്ങുകൾ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വിശദമായി പറയുന്ന വീഡിയോ സീരീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാണും. എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.